എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എക്സ്പൾസ് 200 എടുക്കണോ അല്ലെങ്കിൽ 210 എടുക്കണോ എന്നുള്ള വീഡിയോ ഉണ്ടോ. അതിനൊരു ചെറിയൊരു കമ്പാരിസനാണ്. അപ്പോൾ നമുക്കപ്പോൾ ഒരു ബിഗിനർ വെച്ച് നോക്കാം. പുതിയതായിട്ടൊരു വണ്ടി എടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ആ പേഴ്സണിന് ഓഫ് റോഡ് പോകണമെന്ന് താല്പര്യമുണ്ട്, ഇടയ്ക്ക് ട്രിപ്പ് പോകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ കൂടുതലും അയാളുടെ ഓട്ടം വണ്ടി ഓടിക്കണത് കൂടുതൽ സിറ്റിയിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരാൾ എക്സ്പ്രസ് 200 എടുക്കണോ വേണ്ടതെന്നാണ്. 200 എടുക്കണോ 210 എടുക്കണോ എന്നാണ്. അപ്പോൾ ബിഗിനർ ആയ കൊണ്ട് മിക്കവാറും ഞാൻ സജസ്റ്റ് ചെയ്യണത് 200 ആണ്. കാരണം ഇപ്പോൾ 210 ഇറങ്ങിയോണ്ട് പഴയ 200 ഓണേഴ്സ് ചിലപ്പോൾ മിക്കവാറും ഈ 200 വിറ്റിട്ട് 210 മൂവ് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മാർക്കറ്റിൽ എക്സ്പ്രസ് 200 ഒരു ചാകര ഉണ്ടാവും നമുക്ക് വാങ്ങാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബിഗിനറായിട്ട് ഓഫ് റോഡ് പോകാൻ നിൽക്കുന്ന വ്യക്തി എന്തായാലും ഒരു 200 എടുത്ത് അതിനകത്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കും നല്ലത്. കാരണം ഇത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇതിലാണ് കേട്ടോ. കാരണം ഞാനിത് ഓഫ് റോഡ് പോയ സമയത്ത് എൻ്റെ നിന്ന് പലവട്ടം ഈ വണ്ടി വീണിട്ടുണ്ട്. ഇപ്പുറത്തേക്കും അപ്പുറത്തോട്ടൊക്കെ മറിഞ്ഞിപ്പോൾ ഞാൻ കറങ്ങിയൊക്കെ വീണിട്ടുണ്ട് ഈ വണ്ടിയും കൊണ്ട് ഞാൻ. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്കിതിനകത്ത് അങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസുള്ള സംഭവമായിട്ടൊന്നും കാണില്ല ഈ വണ്ടിയിൽ നിന്ന്. പിന്നെ ഈ ഹാൻഡിലാവട്ടെ അതും അങ്ങനെ വീണിട്ട് വളഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും ഒരു ബിഗിനറായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു സെക്കൻഡ് ഹാൻഡ് എക്സ്പ്രസ് 200 അതെടുത്ത് അതിനകത്ത് അത്യാവശ്യം നമ്മൾ ഓഫ് റോഡ് ചെയ്തൊന്ന് മാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നല്ലത്. പിന്നെ നമുക്ക് സിറ്റി ഈ വണ്ടി ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ അടിപൊളിയാണ്, സിറ്റിയിൽ ബെസ്റ്റാണ്. പിന്നെ ഓഫ് റോഡ് പോകുമ്പോൾ ബെസ്റ്റാണ്. ഹൈവേയിൽ ഞാൻ അങ്ങനെ അധികം സജസ്റ്റ് ചെയ്യില്ല. കാരണം ഒരു 70 ഒക്കെ ആകുമ്പോഴത്തേക്കും ടോപ്പ് ഔട്ട് ആകും വണ്ടി. 80-90 പോകും. പക്ഷെ എന്നാലും ഒരു വണ്ടിക്കൊരു സുഖം ഉണ്ടാവില്ല. നമ്മ അങ്ങോട്ട് വണ്ടീനെ കരയിപ്പിച്ച് കൊണ്ടുപോകണമല്ലോ. ഈ ഒരു RP ഒക്കെ എത്തുമ്പോഴത്തേക്കും വണ്ടി ഏകദേശം സ്റ്റോക്കിലാണെങ്കിൽ വണ്ടി ടോപ്പ് ഔട്ടോ വണ്ടിക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഓടിക്കൊണ്ട് പോവാം, 80-90 കൊണ്ടുപോകാം. പക്ഷേ നമ്മത് വണ്ടിയോട് ചെയ്യണൊരു ദ്രോഹം പോലെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത് നമുക്ക് നല്ലൊരു സിറ്റി യൂസും പിന്നെ നമ്മൾ ഓഫ് റോഡൊക്കെ ഇടയ്ക്ക് പോകണമെങ്കിൽ ഈ വണ്ടി ബെസ്റ്റാണ്. മറ്റേ പുതിയ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇതെന്ന് പറഞ്ഞൊരു പക്ക ഓഫ് റോഡർ ടൈപ്പാണ് നമ്മുടെ ഈ വണ്ടി. ഇതിന് ഗിയറിങ് കാര്യങ്ങളും എല്ലാം വന്നേക്കണത് ഇനീഷ്യൽ ടോർക്കൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള ടൈപ്പ് ഗിയറിങ് കാര്യങ്ങളൊക്കെ വന്നേക്കണം ഈ വണ്ടിയിൽ. പക്ഷേ പുതിയ വണ്ടി സംബന്ധിച്ച് അതൊരു ടൂററാണ്. അത് നല്ലൊരു ഹൈവേയിൽ 80, 90, 100 ആ ഒരു സ്പീഡിലൊക്കെ നമുക്ക് പുതിയ 210 കൊണ്ട് പോകാം. അപ്പോൾ ഒരു ബിഗിനർ എടുക്കുമ്പോഴത്തേക്കും ഞാൻ സജസ്റ്റ് ചെയ്യണത് എൻ്റെ പേഴ്സണൽ ചോയ്സിലാണ് ഞാൻ പറയണം കേട്ടോ. നിങ്ങൾക്ക് 200 വേണമെങ്കിൽ എടുക്കാം, അതേ ഒരു 210 പോകേണ്ട സ്ഥലത്ത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഇതിനോട് ചേരണമെങ്കിൽ ഞാൻ പറയണ ഈ ഒരു കണ്ടന്റിലോട്ട് നിങ്ങൾക്ക് ചേരണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു 200 എടുത്ത് കുറച്ച് കാലം യൂസ് ചെയ്യും. ഇതുകൊണ്ട് സിറ്റിയിലെ ഞാൻ ഉറപ്പ് തന്നെ ഏകദേശം ഒരു എനിക്ക് 40 കിട്ടും. ഞാൻ ഈ അഡീഷണൽ ഈ പെർഫോമൻസ് കിറ്റ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ BMC എയർ ഫിൽറ്ററും അത് കൂടാണ്ട് ഈ മോട്ടോർ എക്സോസ്റ്റൊക്കെ ആഡ് ചെയ്തായിരുന്നു. അത് ചെയ്യണേക്ക് മുമ്പ് എനിക്ക് സിറ്റിയിൽ ഓൾമോസ്റ്റ് ഒരു 40ഉം ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് ഒരു 45 കിട്ടുമായിരുന്നു. അപ്പം അത് മാറ്റിയപ്പിന് എനിക്കൊരു മാക്സിമം ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് 38ഉം സിറ്റിയിൽ 35, 33 കിട്ടണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചെടുക്കുക. കാരണം നമ്മളൊരു ഫ്രഷ് ഒരു വണ്ടി എടുത്ത് 210 എന്നിട്ട് അതുകൊണ്ട് ഓഫ് റോഡ് പോയിട്ട് നമ്മൾ എന്തായാലും മിക്കവാറും വീഴുമ്പോൾ അവിടെ ഇവിടെ കുറച്ച് കുറച്ചിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സിലൊരു വേദന ആയിരിക്കും. ഇപ്പോൾ സെക്കൻഡ് എടുത്ത് വീഴാണ്ട് നമുക്ക് വേദനയിരിക്കും. അതേ ഉള്ളതെന്ന് ഞാൻ പറയാനുള്ള. ഇപ്പോൾ സെക്കൻഡ് ഞാൻ പണ്ടൊരു കരിസ്മ എടുത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോഴത്തേക്കും ഒരു അടിപൊളി വീഴ്ച വീണായിരുന്നു. സൈഡൊക്കെ പോയി. അത് ഒന്നാമത് സെക്കൻഡ് ജനറേഷൻ കരിസ്മയും കൂടി ആയിരുന്നു. അത് സെക്കൻഡ് ജനറേഷൻ ആയതുകൊണ്ട് അതിന് അധികം പ്രൊഡക്ഷൻ ഉണ്ടായില്ല. ആരും അങ്ങനെ വാങ്ങാത്ത മോഡലായിരുന്നു. അതിൻ്റെ റൈറ്റ് സൈഡിലെ കിറ്റ് പോയിട്ട് ഒരു മാസത്തോളം എടുത്ത്. ഗ്രേ കളർ ആയതുകൊണ്ട് അത് വരാനും ടൈം എടുത്ത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്കിപ്പോൾ ഈ വണ്ടിയിലാകുമ്പോൾ വലുതായിട്ട് കാര്യമായിട്ട് പൊട്ടാനും ഇതിൽ സാധ്യതയൊന്നുമില്ല. പുതിയ എക്സ്പൾസിലാണെങ്കിൽ ഇവിടെ സൈഡിൽ മറ്റേ റേഡിയേറ്ററിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഗാർഡൊക്കെ വെക്കാം, ഞാൻ ഇല്ലെന്ന് പറയണല്ലോ. അപ്പം എന്നാലും നമ്മളൊരു സെക്കൻഡ് ഇത് വാങ്ങിച്ച് നമ്മൾ ഓഫ് റോഡൊക്കെ നൈസായിട്ട് പോയി പൊളിച്ച് നമുക്ക് മതിയായി കഴിയുമ്പോൾ
വേണമെങ്കിൽ ടൂട്ടണിലേക്ക് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അതാണ് എൻ്റെ ചോയ്സ് കേട്ടോ. പിന്നെ എക്സ്പൾസും അഡ്വഞ്ചർ ടൂറും വാങ്ങാൻ പോകുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. നമ്മൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അഡ്വഞ്ചർ ടൂർ ഓടിക്കുള്ളൂ. കാരണം ഞാനൊരു നേക്കഡ് സ്പോർട്സ് കാറ്റഗറി എന്ന് വന്നത്, എനിക്ക് NS ഉണ്ടായിരുന്നു, കരിസ്മനായിട്ട് NS ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് റോഡിനെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുണ്ടാകുമ്പോൾ പയ്യെ ഓടിക്കുള്ളൂ. ആ വണ്ടിയും കൊണ്ട് കമ്പ് വരുമ്പോൾ പയ്യെ എടുക്കുകയുള്ളൂ. പക്ഷേ ഞാൻ ഈ അഡ്വഞ്ചർ ടൂർ കാറ്റഗറി ഈ വണ്ടി എടുത്ത് പിന്നെ ഇല്ല, നമുക്ക് റോഡിനെന്ന് പറഞ്ഞാൽ ഒരു പക്ക ഫ്രീഡമാണ്. നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞ റോഡായാലാട്ടെ ഹമ്പായിട്ട് എന്തോ ആട്ടെ നമുക്ക് റോഡിലൊരു ഫുൾ ഫ്രീഡം തന്നെയാണ് ഈ വണ്ടി. അപ്പോൾ അഡ്വഞ്ചർ ടൂർ എടുക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വണ്ടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും തിരിച്ച് ഒരു സ്പോർട്സ് ബൈക്കിലോട്ട് പോകാനോ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടും. അപ്പോൾ അതും കൂടി ഓർത്തിട്ട് വേണം ഈ വണ്ടി എടുക്കാൻ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതൊരു ചെറിയൊരു വീഡിയോ കേട്ടോ. അധികം ഞാൻ ലാഗ് അടിപ്പിക്കാനുള്ള എൻ്റെ ചെറിയൊരു പെർസ്പെക്റ്റീവുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടൺ എടുക്കണമെങ്കിൽ ട്യൂട്ടൺ എടുക്കാം, 200 എടുക്കണമെങ്കിൽ 200 എടുക്കാം. ഒരു ബിഗിനറായിട്ട് നിങ്ങൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു 200 എടുത്ത് ഓഫ് റോഡൊക്കെ പോയി അങ്ങാടും ഇങ്ങാടൊക്കെ എടുത്ത് നൈസായിട്ട് അലക്കിയിട്ട് ഒരു ട്യൂട്ടൺ പോകണം നല്ലത്. എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കണം ഇടയ്ക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നൊക്കെ ഓർക്ക് ഈ വണ്ടിയിൽ നിന്ന്. ബട്ട് എനിക്കിപ്പോഴും തോന്നാനുള്ള അപ്ഗ്രേഡ് ചെയ്യാൻ. കാരണം ഈ വണ്ടി ഇത്രയും ഞാൻ പണിതെടുത്ത് ഈ വണ്ടി ഇത്ര ഞാൻ പണിയെടുത്ത് ഇത്രയും പെർഫോമൻസ് എല്ലാം കയറ്റി. അപ്പോൾ ഇനി ഞാൻ ട്യൂട്ടണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നാനുള്ള. ഇനി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ 250 ഓടിച്ച് നോക്കി, മറ്റേ അഡ്വഞ്ചർ 250. ബട്ട് പക്ഷേ അതിനൊന്നല്ല, അതിന് എമൗണ്ട്സിൽ ഓവർ പ്രൈസ്ഡാണെന്ന് എനിക്ക് തോന്നി. ഈ 22-ാം തീയതിക്കും ഒരു എക്സ്ഷോറും അല്ല ഓൺ റോഡ് പ്രൈസ് ഒരു 3,50,000 ഓൺ റോഡ് പ്രൈസ് ഉണ്ടത്. ഇപ്പം എന്തായാലും കുറഞ്ഞൊരു 3,25,000. ഇപ്പോൾ ഏതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഓർത്തിരിക്കണതാണ്. പിന്നീട് വന്നത് ഹിമാലയനും 390 അഡ്വഞ്ചർ വന്നത്. പിന്നെ ഇപ്പോൾ TVSൻ്റെ RXT അത് 300 മണ്ണുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണതാണ്. അതും കൂടി വന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യണോ ചെയ്യണ്ടേന്ന് നോക്കണേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കൂടുതലോട്ടം ഇവിടെ സിറ്റിയിലാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഓഫ് റോഡും ഇടയ്ക്കൊക്കെ ട്രിപ്പ് പോകണ വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു യൂസ് ഫുള്ളും സിറ്റിയിലായതുകൊണ്ട് അതും എനിക്കൊരു ഡൗട്ടാണ്. ഇവിടെ ഒരു ചേച്ചി വണ്ടി ഓടിച്ച് പഠിക്കണ്ട കേട്ടോ, നല്ലതാ. ഇവിടെയും ഈ സമയത്ത് ആരും വരില്ല രാവിലെ, നല്ല ഫ്രീ ആണ് നമ്മ. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങണത് വീടെടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ നീട്ടാനുള്ള വീഡിയോ ഇവിടുന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓടിക്കുമ്പോൾ എപ്പോഴും സേഫായിട്ട് ഓടിക്കുക, റാഷ് ഡ്രൈവ് ചെയ്യരുത്, ബി റെസ്പോൺസിബിൾ ഓൺ റോഡ്. കാരണം നമ്മുടെ മാത്രമല്ല ബാക്കിയുള്ളവരും റോട്ടിലൂടെ വണ്ടി ഓടിക്കണേ. ഇടയ്ക്ക് നാക്ക് കറക്റ്റ് പറയില്ല, അത് കുഴപ്പം. ആൾക്കാർ വണ്ടി ഓടിക്കണ മാത്രമല്ല ആൾക്കാർ നടന്നു പോകുന്നുണ്ട്, റോഡും ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.